ഉത്രാടപ്പൂനിലാവേ എന്റെ മുറ്റത്തെ എങ്ങനെയായാലും ഓണം നമുക്കങ്ങ് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. ഓണമായിട്ട് നമുക്ക് നല്ല കടുപ്പത്തിൽ ഓരോ ചായ കുടിച്ചങ്ങ് തുടങ്ങാം. എന്താ പലർക്കും മധുരം വേണ്ടായിരിക്കും, എനിക്കറിയാം. എനിക്ക് വേണ്ട. എനിക്ക് മധുരം വേണ്ട. എനിക്കും വിത്തൗട്ട് ആക്കിക്കോ. അതെ, അതുകൊണ്ട് രണ്ടുപേര് വിത്തൗട്ട് എന്ന് പറഞ്ഞ കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അവരെ കൂടെ തന്നെ ഞാനും ചേരാം. അതെ, എനിക്കും വിത്തൗട്ട് വൈഫ് വേണമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ റൂം എടുത്തിട്ടേ ചായ ഓർഡർ ചെയ്യുന്ന സമയത്ത് 3 ചായ എന്ന് പറഞ്ഞ് ചായ ഓർഡർ എടുത്ത് പോകുന്ന സമയത്ത് വേറൊരു വാചകം പറയും, ഷുഗർ സെപ്പറേറ്റ് എന്ന് പറയും. അല്ലല്ല, 2 വിത്തൗട്ട് 1 വിത്തെന്നാ പറയും. അങ്ങനെ കാസർഗോഡ് പറയുന്ന വേറെ ചപ്പ ചായ എന്നാ. ചപ്പ ചായ, ചപ്പ 3 ചായ 2 ചപ്പ എന്നാ കാസർഗോഡ് പറയാം. അങ്ങനെയുണ്ട്. അടുത്ത കർണാടകമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പഴമൊഴി കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്. ഈ നായര് തോറ്റാൽ ചായക്കടയിൽ ക്രിസ്ത്യാനി മാപ്പിള എന്നാ പറയുക. ക്രിസ്ത്യാനി മാപ്പിള എന്നാ അവിടെ പറയാം. മാപ്പിള തോറ്റ കള്ളുഷാപ്പിൽ എന്നാ പറയുന്നത്. അപ്പൊ വാരി നായരാണോന്ന് എനിക്കൊരു സംശയം. അല്ലെങ്കിൽ ചായക്കട വരുമോ? അതായത് എല്ലാരെയും പേടിപ്പിച്ച് കളിപ്പിച്ച് അവസാനം ചായക്കടയിലായി. അല്ല, അതെന്താ പറയുക സാറേ, ഈ വാര്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പൂമാല കെട്ടുന്നവനാണ്. ഈ അമ്പലത്തില് പൂമാല കെട്ടുക, ദൈവത്തിന് ചാർത്തുക, ദേവനോ ദേവിക്ക് ചാർത്തുക. പിന്നത്തെ വാര്യരുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളക്ക് പിടിക്കുക. ഈ ആനയൊക്കെ ഇങ്ങനെ വരും, ചൂട്ട് പിടിക്കുക. ചൂട്ടല്ല, വിളക്ക്, ഈ കുത്തുവിളക്ക് പിടിക്കുക. പിന്നത്തെ പണി അടിച്ച് വൃത്തിയാക്കുക, അടിച്ചു തളിക്കാരൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ മുക്കും മൂലയും മകവും തളവും എല്ലാം അടിച്ച് വൃത്തിയാക്കുക. കുറ്റിച്ചൂലാണ് ആയുധം. ചൂലിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുപാട് ഈർക്കലുകൾ കുത്തി കെട്ടി അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഇത് കൂടാതെ വാര്യന്മാർക്ക് ജീവിക്കാൻ വേറെ പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് പാചകം ഏൽപ്പിച്ചു കൊടുത്തു. അല്ല, അത് നായന്മാരാന്നേത്. അതെ, നായര് ഭാര്യന്മാരോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എനിക്ക് ഭാര്യന്മാരെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യ വളരെ എത്ര വലുതാണ് വാര്യസ്യാരും. നിങ്ങളുടെ നാട്ടുകാർ വാര്യസ്യാർമാരില്ലേ? ജോലി ഒരു മഹത്വമാർന്ന ജോലിയാണ്. കാരണം ഈ അമ്പലവുമായിട്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെ അതെ, അതിന് പരിശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹം വയറായിട്ട് ഇപ്പം ചായക്കടയായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം എത്തി. എന്നാൽ മഞ്ജു വാര്യരുണ്ട് അവിടെ. മഞ്ജു വാര്യർ ഇപ്പൊ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നിട്ട് ഇപ്പൊ നാട്ടില് മുഴുവൻ ഇപ്പൊ വിളങ്ങി നിൽക്കല്ലേ. ചെറിയ കേസാണ്. അവര് വിളങ്ങിയാലും പഴയ ഷൈനിങ് ഉണ്ടോ? പക്ഷേ ചായ തണുക്കണ്ട, ചായ കുടിക്കുക. അല്ല, അതെ, ഇല്ല മധുരമില്ല. അപ്പൊ എനിക്ക് എന്താ ഇത് ചപ്പ തന്നെയല്ലേ? ചപ്പ. എനിക്ക് രവിയേട്ടനോട് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ഈ നമ്മുടെ ഭാഷാഭേദങ്ങളുടെ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ കണ്ണൂര് ഇപ്പൊ പഴം, കാരണം ഓണം എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ ഉത്സവമാണ്. അതെ അതെ, അല്ലേ? അല്ല, കൃഷിക്കാരൻ്റെ ഉത്സവം. അപ്പൊ നമ്മുടെ അവിടെ ഒക്കെ ഇതിനെ പറയുന്നത് ഞാനിപ്പോ എന്നാണ്. പക്ഷെ കണ്ണൂര് ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അടുക്കൻ അടുക്കുന്നവൻ, അതാണ്. അങ്ങനെ പ്രശ്നമാണ്. നമ്മളിപ്പോ ചായ കുടിക്കുക, ഈ ചായക്കടലും തിരുവോണത്തിന് ചായക്കടലും കുപ്പിവെള്ളമായിരിക്കുന്നു. അതെ എന്റെ പൊന്ന് സാറേ, ഏത് തരത്തില് കേരളത്തിൽ മാറ്റം വന്നാലും ഇവന് യാതൊരു മാറ്റവും വരില്ല. ഇതിന് പുതിയ രീതിയിൽ പുതിയ തരത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ ജോർജ് സാറേ, സാറിനെ എനിക്ക് എപ്പോൾ കാണുമ്പോഴും ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് അപാര ബുദ്ധി ഉള്ള ഒരാളാണ്. എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടു. അല്ല, ആദ്യമായിട്ടല്ല ഞാനീ പറയുന്നത്. ഞാൻ നേരത്തെ അങ്ങയുടെ തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്. തല കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ വയറിന്റെ രഹസ്യം എന്താ? വയറിന്റെ രഹസ്യം എന്താ വെച്ചാൽ മനസ്സുഖം, സ്വസ്ഥമായ ജീവിതം, യാതൊരു അല്ലലും ഇല്ലാത്ത ജീവിതം. അപ്പം നല്ല പയറൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നു.
അത് കാണുമ്പോൾ പലർക്കും കുശുമ്പ. പന്നിനെ പോലുള്ളവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര കുശുമ്പ. അവിടെ വളരുന്നത് വയറല്ല, അവിടെ മുടിയാണ് വളരുന്നത്. ചിലരെ തല വളരുന്നുണ്ട്. പന്നിയുടെ തലമുടി വളരുന്നു, എൻ്റെ വയറ് വളരുന്നു, കൃഷ്ണദാസിന്റെ സർവാംഗം വളരുന്നു. അത് പൊതുവെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണദാസ് വളർച്ച കൂടുതലാണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഓണക്കാലമൊക്കെ ഈ ഞാൻ പറയാം ഓണക്കാലത്ത് സത്യം പറയല്ലോ, ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് സത്യത്തിൽ ഉച്ചയ്ക്ക് നല്ല സുന്ദരമായ ദോശനിലയിലുള്ള ഊണ് ഉറപ്പാണ്. അതിനകത്ത് ഇറച്ചി കാണുകയാണ്. പക്ഷേ രാവിലെയും വൈകിട്ടും ഇറച്ചി, മാംസാദികളില്ലാത്ത ഓണമില്ല. പക്ഷെ ഉച്ചയ്ക്ക് മാത്രം ഓണം കേട്ടോ. അത് ഞങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചെറുപ്പം പോലും നല്ല ദോശനിലയിൽ സുന്ദരമായ ഒരു വെജിറ്റേറിയൻ ഊണ് ഉറപ്പാണ്. പായസവും കാണും, അത് മാറ്റില്ല. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം നിങ്ങളുടെ നാട്ടിലോട്ട് നാട്ടുവെച്ച് തിരുവോണത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ഇറച്ചിപ്പെരുന്നാളാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ രാജീവ് MLA പറഞ്ഞത്, രാജേഷ് MLA ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങൾ MLA മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ അന്തിച്ചു പോയി. ഞങ്ങളുടെ മലബാർ ഞാൻ ചെറുപ്പകാലത്ത് തിരുവോണം വരുമെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇറച്ചി തിന്നാമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു അദ്ദേഹം പറയുണ്ടായി. ഞാൻ അന്തിച്ചു. ഞാൻ പറയാം, ഇതിപ്പോൾ നമ്മുടെ സാറ് കോട്ടയം ജില്ലയിലാണ്, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, ഇവർ രണ്ടുപേരും കണ്ണൂർ ജില്ലക്കാരാണ്. പക്ഷെ കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്താ? നമുക്ക് കണ്ണൂരത്തെ ഒരു അവർ തന്നെ പറയട്ടെ, കേൾക്കാം. അതെ അതെ അതെ. അല്ലല്ല, ഞങ്ങൾക്ക് ഉത്രാടവും തിരുവോണവും നമ്മൾ ഉത്രാടം എന്നല്ല പറയാ, ചെറിയോണവും വലിയോണവും. ഓ അത് ശരി. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ അത്തം 10 ഓണം എന്നല്ലേ. അത്തം മുതൽ പൂവിടാൻ വേണ്ടി തുടങ്ങും, പൂവിട്ട് ഓണത്തിന് അവസാനിക്കും, ഓണത്തോടെ നമ്മൾ തീർന്ന്. ഇവിടെ 2ാം ഓണവും 3ാം ഓണവും ഒന്നും ഇല്ല. അല്ല സാറേ, ഈ ചായ മാത്രം മതി, ഈ വാരി നമ്മൾ കളിപ്പിക്കണം. അതെ, എല്ലാം വരും. ഞാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ശരീരത്തിന്റെ രീതി അനുസരിച്ച് ഉള്ള സംഭവങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ല, എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഉണ്ടക്കായി. അത് സുഖിയനായിരിക്കും. അല്ലല്ല, ഉണ്ടക്കായി എന്ന് പറഞ്ഞാൽ ഉണ്ടക്കായി നമ്മളവിടെ പറയുന്ന ഉണ്ടക്കായി. ഇവിടെ പറയുന്ന സുഖി എന്ന് പറയും, ഉണ്ടപ്പൊരി എന്ന് പറയും. ഉണ്ടക്കായും സുഖിയനും വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ ഇതിന് ഉണ്ടക്കായി എന്നും പറയും, ഉണ്ടപ്പൊരി എന്നും പറയും അല്ലേ. അതായത് ഈ ഏറ്റവും ഇപ്പോഴത്തെ മാർക്കറ്റുള്ള ഒരു സാധനമാണ് ഈ എന്താ പറയാ ഉള്ളിവട. എവിടെയോ അവിടെയോ ഒരുപോലെ തന്നെ. ഞാൻ ഏതായാലും ഉണ്ടക്കായി എടുക്കുന്നത്. കാരണം ഒരു 40 കൊല്ലത്തിലേക്ക് അപ്പുറത്തെ ചിന്ത പോവാ. കാരണം ഇങ്ങനൊരു കടയിൽ ഇതിപ്പോ ഉണ്ടക്കായി എന്ന് പറഞ്ഞപ്പോ ഉണ്ണുന്നതിന്റെ ആഘോഷമാണ് ഓണം. ഊണ്, അതായത് നമ്മുടെ ഇടക്ക് വേറെ ഇതാരാ താങ്കളിന്റെ പാകം ചെയ്താണോ? അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എന്റെ നാട്ടിലുണ്ടാക്കി ഈ തേങ്ങേന്റെ വില വർദ്ധിച്ചത് ഈ ഉണ്ടയിൽ കാണാനുണ്ട്. ഉണ്ടല്ലേ? സാധാരണ ഇതിന്റെ ടേസ്റ്റ് തേങ്ങയും കൂടി മുറിച്ചിട്ട്, പക്ഷെ ഇതിലില്ല. അല്ല, തേങ്ങയുടെ വില ഉണ്ടാക്കിയതാ. ഇത് കണ്ണൂർ സ്റ്റൈലാണ് ഉണ്ടായത്. അല്ല, ഈ തേങ്ങയെ പറ്റി പറഞ്ഞപ്പോഴാണ്. അല്ല, സബ് കോൺട്രാക്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തേങ്ങ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാ. തേങ്ങയും കൂടി അല്ല, സബ് കോൺട്രാക്ട് എല്ലാം ഇപ്പൊ സബ് കോൺട്രാക്റ്റാ. ഇപ്പൊ നമ്മളിത് ഒരു കക്ഷിയങ്ങ് ഏൽപ്പിക്കും, അത് തൽക്കാലം നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന തരത്തിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് നുണ പറയാൻ പറ്റും. പ്രത്യേകിച്ച് PC ജോർജ് സാറൊക്കെ ഇരിക്കുമ്പോൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയൊരു ചോദ്യമായി മാറും. അതെ അതെ, ഏറ്റവും വലിയ ആളാ. അപ്പൊ ഞാൻ പറയട്ടെ, ഈ തേങ്ങയെ പറ്റി പറഞ്ഞല്ലോ. ഈ കേരളം എന്ന് പറഞ്ഞ നാട് തന്നെ തെങ്ങിന്റെ നാടാ പണ്ട്. പക്ഷേ തെങ്ങിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നു, തെങ്ങിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഇന്നത്തെ ജനറേഷനിൽ ഒറ്റ കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല. ഇപ്പൊ സാറിന് പറയാൻ പറ്റുമോ? 10 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? തെങ്ങിൽ നിന്നുണ്ടാകുന്ന 10 തേങ്ങ കൊണ്ട് തന്നെ തേങ്ങാപ്പാല്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു, കറി വെക്കാൻ ഉപയോഗിക്കുന്നു, ചമ്മന്തി ഉണ്ടാക്കുന്നു, അതിൻ്റെ ഓല ഇത് കണ്ടില്ലേ, ഓല നെയ്യുന്നു. അതുപോലെ തന്നെ മടല് തീ വെക്കാൻ ഉപയോഗിക്കുന്നു, തേങ്ങയുടെ ചകിരി കയറുണ്ടാക്കുന്നു, ചിരട്ട ഉപയോഗിക്കുന്ന അറിയാൻ പറ്റേ. എന്തിനാ? റബ്ബർ പാല്, തേങ്ങാപ്പാല്. എത്ര വേണം? തേങ്ങ മുഴുവൻ തേങ്ങാപ്പാലും ഓണവും തമ്മിൽ ബന്ധമുണ്ട്. ഈ പരിപ്പ് പ്രഥമൻ എല്ലാ പ്രഥമനും പോയി.
തെങ്ങിൽ നിന്നാണ് കള്ള് സോറി ചേർക്കാത്തൊരു അതാ നമ്മുടെ ചങ്ങമ്പുഴ പാടിയ പോലെ അല്ലെ, വെള്ളം ചേർക്കാതെ അമൃതം സമമാം. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ ഇല്ലടി മറിയേ എന്നാ അത് കോട്ടയം ഞങ്ങളുടെ ജില്ലയിൽ. നാട്ടിലുള്ള അല്ല, ഈ കോട്ടയം ജില്ലയില് കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ എളിമറിയേ, എള്ളോളം വള്ളിച്ചെന്നാൽ ഭൂലോകം തരികിടതിപതൈ അല്ലേ. പക്ഷെ ചങ്ങമ്പുഴ പാടിയത് അതല്ലല്ലോ. വെള്ളം ചേർക്കാത്തൊരമൃതിന് സമമാം നല്ലിളം കള്ള് ചില്ലിൻ വെള്ള ഗ്ലാസ്സിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും വണ്ണം ചെലുത്തി പരിചുടപുരെ ചെന്നപാടെ കിടന്നാൽ എല്ലാം ശുഭം പോക വേദാന്തമേന്നും കൂടി ഉണ്ട് അതില് അവസാനം. അപ്പൊ എന്തായാലും ഇതിനോട് ചേർന്ന് അല്ല കൃഷ്ണദാസ് അതിനെ പറ്റി ഒരു കൈപ്പറ്റ് പറയട്ടെ. കള്ളിന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞു കേക്കട്ടെ. കള്ളിന്റെ മഹത്വം അല്ല, എനിക്ക് പറയാൻ പറ്റാത്തതാണിത്. എന്താ കുടിച്ചിട്ടില്ലേ? ഇല്ല, ഇതുവരെ കുടിച്ചിട്ടില്ല. ഞാനും കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടോ? അല്ല, അത് കള്ളെന്ന് അതായത് മധുരക്കള്ള് കിട്ടുന്നു, നല്ല തേൻ കള്ള് കിട്ടും. എന്ത് ടേസ്റ്റാ അത്. അല്ല, അത് അതേ കുടിച്ചാൽ ശരീരത്തിന് ഗുണമല്ലായിരിക്കാം. പാനിക്കള്ളം എന്ന് പറയും. അത് പാനി ഉണ്ടാക്കാൻ വേണ്ടി കുരത്തിനകത്ത് കുമ്മായം തേച്ച് പ്രത്യേകമായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ആ കള്ള് കുടിച്ചാൽ നല്ല പഞ്ചസാര വെള്ളം കുടിക്കുന്ന പോലെ. പക്ഷെ അതിന് ലഹരി ഉണ്ടാവില്ലേ? ലഹരിയില്ല. അല്ല, കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചൂടാവെന്ന് പറയുന്നു. ചുമ്മാ പറയുന്നത്. കള്ള് കുടിച്ചാൽ നല്ല കള്ളാണെങ്കിൽ അതറിയോ, ഇത് തന്നെ വാര്യർ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച്. അതെ അതെ. അപ്പോ അല്ല, പ്രത്യേകിച്ചും ആ വയറൊക്കെ കാണുമ്പോ തന്നെ വയറും കള്ളുമായിട്ട് ബന്ധമില്ല. ചൂടാവില്ല. മിക്സഡ് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ആ വയറിന്റെ ഒരു ഭൂമിശാസ്ത്രം കാണുമ്പോ തന്നെ ഏകദേശം ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അത് ഭയങ്കര പരാതിയാണ്. പലരും വിചാരിക്കും നല്ലോണം വെള്ളം അടിക്കും. ഞാൻ മദ്യം തൊടില്ല, സത്യം പറയാം. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ രുചിച്ചിട്ടുണ്ട്. രുചിച്ചിട്ടൊന്നും ഞാൻ തേവരെ കുളം പഠിക്കുന്ന ഞാൻ നല്ലോണം കുടിക്കുമായിരുന്നു. അതായത് എന്തിനാ നീ കള്ളം പറയുന്നത്? അതെ അതെ. സുഖമായ റം അടിക്കുമായിരുന്നു. എന്ത് റമ്മ്? ആ, റമ്മായിരുന്നു എനിക്കിഷ്ടം. ഏത് കുതിര കൊടുക്കുന്ന? ആ കുതിരം 3x ram. അല്ല, ഈ 2x ram ഉണ്ട് കേട്ടോ. അന്ന് അത് കണ്ടത് ഈ നമ്മൾ നേവലൈസിൽ നിന്ന് കൊണ്ടുവന്ന അവർ കൊണ്ടുവന്നൊരു സാധനമല്ലേ. അന്ന് ഒരു കുപ്പിക്ക് 6,000 രൂപയുള്ളന്ന്. അപ്പോൾ ഒരു കുപ്പി റമ്മ അടിക്കും. തേവരക്കുളയല്ല, കോസ്റ്റ്ലി കൊണ്ടുതരും. വളരെ സന്തോഷം. വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു കുപ്പി തീർക്കും. വളരെ കുശിയായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ഒന്നും കുശി എല്ലാവരും. ഓണം വന്നാലും വിഷു വന്നാലും പെരുന്നാൾ വന്നാലും ഉത്സവം വന്നാലും സന്തോഷത്തിനും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാം. എൻ്റെ നാട്ടില് ഒരു പയ്യൻ ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു ബോധമില്ലാണ്ടായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ കുറച്ചൊരു ബോധം വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. പെരുക്കണം. ഈ നമ്മുടെ നാട്ടിൽ പെരുക്കണം. ഓ, ശരി ശരി.